യൂത്ത് ഫെസ്റ്റിവൽസിനൊക്കെ പോവാറുണ്ടോ? ഞാൻ പറഞ്ഞു ഡാൻസ് കളിയോ, പാട്ട് പാടോ, രാവിലെ തൊട്ട് റിഹേഴ്സ് ചെയ്ത് തുടങ്ങിയതാ. എല്ലാം മടിയന്മാരാണ്. നീരജ് മറ്റേ ഡാൻസിന്റെ മറ്റേ കമ്മിറ്റഡ് ആയിട്ടുള്ള ഡാൻസറാണ്. ഞാൻ അതുകൊണ്ട് അതെല്ലാം പഠിച്ച് ഞങ്ങൾ രണ്ടുപേരും ആത്മാർത്ഥമായിട്ട് നിന്ന് ഡാൻസ് കളിച്ച് എല്ലാം സെറ്റാക്കി. ഇവരാരും വരുന്നില്ല, ധ്യാനും അജു ചേട്ടനും ആരും വരുന്നില്ല. എല്ലാരും തോന്നിയ പോലെ ഇവര് ലിറിക്കൊന്നും പഠിച്ചിട്ടില്ല. അജു ചേട്ടനും ധ്യാനൊക്കെ ഇങ്ങനെ കയ്യിൽ ലിറിക്ക് എഴുതി വെച്ചേക്കും. ഹോസ്റ്റലിലേക്ക് വരുമ്പോ സിംഹത്തിന്റെ സൗണ്ട് ഉണ്ടാവും, മറ്റേ സൈൻ കൊടുക്കുന്ന സിംഹം ഉണ്ടാവും, ആടുണ്ടാവും, കുതിര ഉണ്ടാവും, പട്ടി ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. ഞാൻ സീരിയലൊക്കെ പണ്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ ലൊക്കേഷൻ വന്നപ്പോ ഞാൻ സകലതും മറന്നുപോയി. എനിക്ക് അഭിനയിക്കാനേ അറിയില്ല, എനിക്ക് ഒന്നുമേ ചെയ്യാൻ പറ്റുന്നില്ല. റോൾ മോഡലിന് അവർ ഇന്റൻഷനലി അവർക്ക് കുറച്ച് ചേഞ്ചസ് വേണമെന്നുണ്ടായിരുന്നു. സിനിമയ്ക്ക് മുടി മുറിക്കണം എന്നുണ്ടായിരുന്നു. എന്റെ മറ്റേ ഹാർട്ട് ബ്രേക്ക് വരുന്ന പോലെയായിരുന്നു എനിക്ക് എന്റെ നെഞ്ചൊക്കെ പൊട്ടി തകർന്നു പോകുന്ന പോലെ തോന്നും. ഭരതനാട്യം പഠിക്കുകയാണെങ്കിൽ അവർ മറ്റേ സോങ് ആയിട്ട് ഒരു ഐറ്റമായിട്ട് കളിക്കുന്നത് കാണുമല്ലോ. അപ്പൊ എന്റെ മനസ്സിൽ എനിക്ക് അതാണ് വേണ്ടത്. ഒരാഴ്ചക്കുള്ളിൽ എനിക്ക് അതാണ് വേണ്ട സംഭവം. ഒരു വർഷത്തോളം മറ്റേ നാട്ടടവ് തട്ടടവ് എനിക്ക് അതിനുള്ള പേഷ്യൻസ് ഇല്ല. അപ്പൊ ഞാൻ നിർത്തി. പരീക്ഷയുടെ മുന്നേ കംപ്ലീറ്റ് പഠിച്ചു തീർത്തില്ലെങ്കിൽ എന്തോ ലോകം ഇടിഞ്ഞു വീഴുന്നുള്ള കാഴ്ചപ്പാടായിരുന്നു എനിക്ക്. ബാക്കി പഠിക്കാത്തവരടുത്തൊക്കെ പുച്ഛായിരുന്നു. അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പ്രൊഫഷനാണ്. നമ്മൾ ചിലപ്പോൾ ഇന്നൊരു ഹിറ്റ് ഉണ്ടായേക്കാം, കുറച്ച് നാളത്തേക്ക് ഫെയിലിയർ ആയിരിക്കാം. ഓൾവേസ് വെൽ ദാറ്റ് സിനിമ ഇസ് ഓൾ അബൌട്ട് സക്സസ്. ചെയ്ത വർക്ക് നന്നായില്ലെങ്കിൽ അത് ക്രിട്ടിസൈസ് ചെയ്യോ. നമുക്ക് ഒരുപാട് വ്ളോഗേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. വി ഡോണ്ട് ഹാവ് ദറ്റ് ഫ്രീഡം.